ധനുഷിന്റെ സംവിധാനത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ഇഡ്ലിക്കടയിൽ ഒരർത്ഥത്തിൽ വളരെ സേഫ് ബെറ്റ് ആയിട്ടുള്ള ഒരു പടമാണ്. കാരണം ഏറ്റവും എളുപ്പത്തിൽ ആളുകളുമായിട്ട് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ നാടും അവിടുത്തെ രീതികളും ഒക്കെയാണ് നല്ലത് എന്ന സെന്റിമെന്റ്സ് ആണ് പടത്തിന്റെ ഒരു സോൾ എന്ന് പറയുന്നത്. ഈ സിനിമയുടെ ട്രെയിലർ കണ്ടിട്ടുള്ള ആർക്കും ഊഹിക്കാൻ പറ്റുന്നത് പോലെ ധാർഷ്ട്യമുള്ള ബിസിനസ്സുകാരനും വിനയമുള്ള ഇഡ്ഡലിക്കടക്കാരനും തമ്മിലാണ് ഇവിടെ കൊമ്പ് ഓർക്കുന്നത്. കാര്യങ്ങളെല്ലാം വളരെ പ്രെഡിക്റ്റബിൾ ആണ് എന്നതൊരു വീക്ക് പോയിന്റ് ആണെങ്കിലും ഹ്യൂമറിനെയും സെന്റിമെന്റ്സിനെയും നല്ല രീതിയിൽ ഉപയോഗിച്ച് BNC സെന്ററിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു. എന്നാൽ A സെന്ററിൽ പൂർണ്ണമായിട്ട് അങ്ങോട്ട് എത്തിയതും ഇല്ല എന്ന ലെവലിലുള്ള ഒരു പടം ഒപ്പിച്ചെടുക്കാൻ ധനുഷിന് സാധിക്കുന്നുണ്ട്. കാണുന്നവർക്ക് ക്രിഞ്ചായിട്ട് തോന്നാൻ സാധ്യതയുള്ള പല കാര്യങ്ങളെയും സാമാന്യം തരക്കേടില്ലാതെ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇഡ്ഡലിക്കടയിൽ നമ്മളെ ഞെട്ടിക്കുന്നൊന്നും ഇല്ലെങ്കിലും ചുമ്മാ കണ്ടിരിക്കാവുന്ന ഒരു കാഷ്വൽ വാച്ച് പടമായിട്ട് മാറുന്നുണ്ട്. ശിവനേശൻ എന്ന വ്യക്തിയുടെ മകനാണ് മുരുകൻ. ശിവനേശൻ തന്റെ ഗ്രാമത്തിൽ ഒരു ഇഡ്ഡലിക്കട നടത്തുന്ന വ്യക്തിയാണ്. ആ ഇഡ്ഡലിയുടെ സ്വാദ് കൊണ്ട് ആ ഗ്രാമത്തിന്റെ തന്നെ ഒരു അടയാളമായിട്ട് ആ കട മാറി. എന്നാൽ തുച്ഛമായ വരുമാനം മാത്രം അതിൽ നിന്ന് ലഭിക്കുന്നത് കൊണ്ട് മുരുകന് അതിനെ വലിയ രീതിയിൽ കൊണ്ടുപോകണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ഫ്രാഞ്ചൈസി പരിപാടിയൊക്കെ ചെയ്യാനുള്ള മുരുകന്റെ ആഗ്രഹം ശിവനേശന് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഒരു പ്രായം കഴിഞ്ഞപ്പോൾ വലിയൊരു ഷെഫ് ആകാൻ വേണ്ടി മുരുകൻ ആ നാട് വിട്ടുപോവുകയാണ്. നമ്മൾ ഈ സിനിമയിൽ കാണുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുരുകൻ മടങ്ങി വരുന്നതും അതിനുശേഷം ആ വീട്ടിലും കടയിലും സംഭവിക്കുന്ന കാര്യങ്ങളുമാണ്. ഈ സിനിമയുടെ പ്രൊമോഷൻ മെറ്റീരിയലുകൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും കാര്യമായ പുതുക്കമുള്ള ഒന്നും തന്നെ കഥയിൽ വരുന്നില്ല എന്ന്. ട്രെയിലർ കാണുമ്പോൾ സിനിമ അകപ്പാടെ എന്തായിരിക്കുമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ മൊത്തത്തിൽ ഒന്നാം പകുതിയിൽ തന്നെ കാണിച്ചു പോകുന്നുണ്ട്. പിറന്ന മണ്ണിനോടുള്ള പാസം സിനിമയുടെ നെറേറ്റീവിൽ കയറി വരുന്നുണ്ട്. ഈ ഒരു ഇമോഷനെ പല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ത്രില്ലറായിട്ടും ഡ്രാമയായിട്ടും ഒക്കെ കഥ രണ്ടാം പകുതിയിൽ മാറുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ സമുദ്രക്കനി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തോട് മുരുകൻ ചോദിക്കുന്നുണ്ട്, എന്നെ എന്തിനാണ് ഗ്രാമത്തിലുള്ളവരും പലപ്പോഴും വെറുക്കുന്നത് എന്ന്. ഊഹിക്കാൻ പറ്റുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിലും അവിടെയും ചില ഇമോഷണൽ എലിവേഷൻ സീനുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് കൊണ്ട് ഇഡ്ഡലിക്കട ഒരു കംഫർട്ട് വാച്ചായിട്ട് മാറുന്നുണ്ട്. ഒരു സംവിധായകനും എഴുത്തുകാരനും എന്ന നിലയിൽ ധനുഷ് ഇത്തവണ ശ്രമിക്കുന്നത് എല്ലാ മാർക്കറ്റുകളിലും വർക്കാകുന്ന ഒരു സിനിമ ഉണ്ടാക്കുക എന്ന രീതിയിലാണ്. വളരെ ഡയലോഗ് ഹെവി ആയിട്ടുള്ള ഭാഗങ്ങൾ സിനിമയിൽ കാണാൻ സാധിക്കും. നല്ല അഭിനേതാക്കൾ ഇത്തരത്തിൽ അമിതമായിട്ട് ഡയലോഗുള്ള ഭാഗങ്ങളെ സാമാന്യം നല്ല രീതിയിൽ സ്ക്രീനിൽ അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ കഴിവുള്ള അഭിനേതാക്കൾക്കും പറഞ്ഞു ഫലിപ്പിക്കാൻ ലേശം ബുദ്ധിമുട്ടുള്ള തരം ലൗഡായിട്ടുള്ള സീനുകളും സിനിമയിൽ വരുന്നുണ്ട്. അതിനാടകീയതയുള്ള ഉപദേശ സ്വഭാവമുള്ള ഭാഗങ്ങളെ ബാലൻസ് ചെയ്യാൻ തമാശയെയും റൊമാൻസിനെയുമാണ് ധനുഷ് ഉപയോഗിക്കുന്നത്. ആ കാര്യത്തിൽ ധനുഷിന് നല്ലൊരു പിന്തുണയുമായിട്ട് തിരുച്ചിട്ടമ്പലത്തിന് ശേഷം നിത്യ മേനോനും വരുന്നുണ്ട്. അവരത് മനഃപൂർവ്വം ചെയ്തതാണോ എന്നറിയില്ല. പലപ്പോഴും ഇതിലെ വില്ലൻ സൈഡിൽ നിൽക്കുന്ന കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഇക്വേഷൻ കാണുമ്പോൾ നമുക്ക് ചിരി വരും. GV പ്രകാശ് കുമാർ ഒരുക്കിയിട്ടുള്ള പാട്ടുകൾ സിനിമയിലെ സിറ്റുവേഷനുകളുമായിട്ട് നല്ല രീതിയിൽ ചേർന്ന് പോകുന്നുണ്ട്. ഏറെക്കുറെ എല്ലാ വെറൈറ്റികളുമുള്ള ഒരു ആൽബമാണ് ഈ സിനിമയുടേത്. മുരുകൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് ധനുഷാണ്. ഇതേപോലത്തെ കഥാപാത്രങ്ങളെ ധനുഷ് ഇതിന് മുന്നേയും അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു പരിധിവരെ തിരുച്ചിട്ടമ്പലത്തിലെ കഥാപാത്രം ഇതിന്റെ വേറൊരു ഷെയ്ഡാണ് എന്ന് പറയാം. നിത്യമേനോൻ കായൽ എന്ന കഥാപാത്രമായിട്ട് തിളങ്ങുന്നുണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും ഓൺ സ്ക്രീൻ കെമിസ്ട്രി വളരെ രസകരമാണ് കണ്ടിരിക്കാൻ. സംഭവം തിരുച്ചിട്ടമ്പലത്തിലെ ശോഭനയുടെ അതേ എനർജി ആണെങ്കിലും കായൽ ലോകത്തെ നോക്കി കാണുന്നത് വേറൊരു രീതിയിലാണ്. കായലിന് ഒരു ഐഡന്റിറ്റി കൊടുക്കാൻ വേണ്ടി നിത്യ കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ബോഡി ലാംഗ്വേജ് തന്നെയാണ്. അരുൺ വിജയ് ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി, ഈ സിനിമയുടെ കഥയും പിന്നെ രായൻ പോലെയുള്ള സിനിമകളിൽ ധനുഷ് എഴുതിയിട്ടുള്ള കഥാപാത്രങ്ങളുമാണ് ഈ സിനിമ ചെയ്യാൻ താൻ തീരുമാനിക്കാൻ കാരണമെന്ന്. സത്യം പറഞ്ഞാൽ വളരെ ബേസിക് ലെവലിൽ എഴുതിയിട്ടുള്ള ഒരു കഥാപാത്രമാണ് അരുൺ വിജയ് അവതരിപ്പിച്ചിട്ടുള്ള അശ്വിൻ. പുള്ളിയും ശാലിനി പാണ്ഡെയും ഒക്കെ അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ ഇൻസെൻസിറ്റീവ് ആണെന്ന് തിരക്കഥ മറ്റ് കഥാപാത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അക്നോളജ് ചെയ്യുന്നത് കൊണ്ട് ആ കഥാപാത്രങ്ങൾ സ്ക്രീനിൽ അത്ര ബോറായിട്ട് തോന്നിയില്ല. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള സിനിമകളിൽ കാണുന്ന സ്ഥിരം അച്ഛൻ കഥാപാത്രമായിട്ട് തോന്നുമെങ്കിലും സത്യരാജ് അവതരിപ്പിച്ച വിഷ്ണുവർദ്ധൻ എന്ന കഥാപാത്രം സത്യത്തിൽ നിസ്സഹായനായ ഒരു വ്യക്തിയാണ്. അത് സിനിമ രസകരമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നുമുണ്ട്. പാർത്ഥിബനും സമുദ്രക്കനെയും ചെറുതെങ്കിലും പ്രാധാന്യമുള്ള രണ്ട് കഥാപാത്രങ്ങളെ ചെയ്തിട്ടുണ്ട്. തലമൂത്ത കാർന്നൂരാക്കാൻ ധനുഷ് എപ്പോഴും ഉപയോഗിക്കുന്ന രാജ്കിരണാണ് ശിവനേശൻ എന്ന കഥാപാത്രത്തെ ചെയ്തിരിക്കുന്നത്. എഴുത്തിലെ ക്ലീഷകളെ നല്ലപോലെ കുറയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കവിയൂർ പൊന്നമ്മ ലെവൽ ഗ്രേസ് പുള്ളിയുടെ പെർഫോമൻസിനുണ്ട്. ഫിനോമിനൽ ആയിട്ടുള്ള എന്തെങ്കിലും ഘടകമുള്ളൊരു സിനിമയൊന്നുമല്ല ഇഡ്ഡലിക്കട. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ പൊതുവെ അണ്ണൻ തങ്കച്ചി പാസമൊക്കെ കുത്തി നിറയ്ക്കുന്ന BC സെന്ററുകളെ തൃപ്തിപ്പെടുത്താൻ എടുക്കുന്ന തരം ഒരു സിനിമയ്ക്ക് ഒരു അപ്ഗ്രേഡ് കൊടുത്തതുപോലത്തെ സിനിമയാണ് ഇത്. സാമാന്യം ബഡ്ജറ്റുള്ള സീരിയൽ എന്ന് തോന്നിപ്പിക്കുന്ന തരം സിനിമകളിലെ അത്തരത്തിലുള്ള എലമെന്റുകളെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ട്രീറ്റ് ചെയ്ത് അവിടെയും ഇവിടെയും ചില മൊമെന്റുകൾ വർക്കാകുന്ന, എവിടെയും കാര്യമായി പ്രേക്ഷകനെ വെറുപ്പിക്കാത്ത, ഉപദേശവും സെന്റിമെന്റ്സും ഒക്കെയുള്ള ഒരു ഫീൽ ഗുഡ് പാക്കേജാണ് ഇഡ്ഡലിക്കട. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്